ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് എഗ്ലെസ് ബ്രെഡ് ഓംലെറ്റ് ആണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. മുട്ടയ്ക്ക് പകരമായിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് കടലപ്പൊടിയാണ്. ഒരു കപ്പോളം കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ലൂസായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഇതിലേക്ക് 1/4 സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ പെപ്പർ പൗഡർ ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പോളം ചെറിയ ഉള്ളി ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 പച്ചമുളക് ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. പാൻ നന്നായി ചൂടായ ശേഷം നമുക്കതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രെഡ് പീസസ് ഓരോന്നായിട്ട് ഈ ബാറ്ററിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയാൽ അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബ്രെഡ് ഓംലെറ്റ് കുട്ടികൾക്ക് ടിഫിനായിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീണ്ടും നല്ല വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.